വീട്ടുകാരത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ നമുക്ക് അടുത്തൊരു സുഹൃത്തിനെ നമ്മൾ ഷെയർ ചെയ്യലുണ്ടല്ലോ. അങ്ങനത്തെ സുഹൃത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വേദന ഉണ്ടാകുക? അല്ലെങ്കിൽ നമ്മളെ പേര് ഷമീർ ഫോട്ടോ, ഞായറാഴ്ച എടുത്ത ഫോട്ടോ. അരപ്പറ്റ മറവ് വൈഫില്ല, വാപ്പല്ല, ഉമ്മയില്ല. അവനെ ആശ്രയിച്ചിട്ട് മുണ്ടക്കായിന്ന് അവൻ്റെ വാപ്പൻ്റെ റിലേഷൻ 3 കൊച്ചുങ്ങളും ഗർഭിണിയെ ഭാര്യയും അവൻ്റെ കുടുംബക്കാരൻ ഈ വീട്ടിൽ അവരും പോയി. വളരെ ഒരു പ്രതിസന്ധിയിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഞായറാഴ്ച ഇതുപോലെ ഒരു പൊട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര ഭീകര അല്ലെങ്കിൽ ശബ്ദം കേട്ടൊരു 1:30 കോടി ഞങ്ങൾ എണീറ്റപ്പോൾ ഈ എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഡേഞ്ചറാണ്, നീ കുടുംബത്തെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വാ, പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ അതങ്ങ് ശാന്തമായി. പിന്നെ എല്ലാവരും അവനെ വീട്ടിൽ പേടിച്ചും കൊണ്ട് ഉറങ്ങാതെ അങ്ങനെ ഇടയ്ക്കൊരു കട്ടൻ ചായ വെച്ച് അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിച്ചതാണ്. പിന്നെ തിങ്കളാഴ്ച നേരം വെളുത്ത് ഞങ്ങൾ തമ്മിൽ എല്ലാവരും പോയി കണ്ടു. പിന്നെ നാട്ടിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി എല്ലാം കണ്ടു. അപ്പോൾ നമ്മൾ നാട്ടു ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിലെല്ലാവരും പറയുന്നുണ്ട്, വേണ്ടപ്പെട്ട മുതിർന്ന വ്യക്തികളൊക്കെ നാട്ടിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഭീഷണിപ്പെടുത്തല്ലേ, ഇങ്ങനത്തെ മെസ്സേജൊന്നും വോയിസ് ഒന്നും വിടല്ലേ, ഇവിടെ അങ്ങനത്തെ ഒരു അപകടം ഉണ്ടാവില്ല, മഴ പെയ്യുമ്പോൾ പുഴ കലങ്ങി വരും, പണ്ട് മണ്ണിടിഞ്ഞ സ്ഥലത്ത് കുറച്ച് ഇടിഞ്ഞ് വരുന്നുണ്ട്, നിങ്ങൾ നമ്മളെ പ്രവാസികൾ അവിടെ പ്രയാസപ്പെട്ട് നിൽക്കുക, അവരെ പ്രയാസപ്പെടുത്തല്ലേ, ഇവിടെ ഇടിയാനൊരു സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം വരിക. അങ്ങനെ തിങ്കളാഴ്ച ഞങ്ങൾ ഉച്ചക്കെല്ലാം മുണ്ടക്കായി പുഴകൾ വെള്ളം കയറിയത് ഞാനെൻ്റെ കൂട്ടരെല്ലാം പോയി കണ്ടു വന്നു. ചൂരമല ടൗണിൽ നിന്ന് നമ്മൾ സ്ഥിരം ചാടുക്കുന്ന കടന്ന് ചായ കുടിച്ച് അവൻ്റെ വീട്ടിൽ പോയി, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ കൊച്ചുങ്ങളെ പിരിത്ത് ഭക്ഷണം കഴിച്ച് തന്നെ രാത്രി വീട്ടിൽ കൊണ്ടാക്കി. ഇതേ ടൈം ഞായറാഴ്ച അതേ ടൈം 1:40 തിങ്കളാഴ്ച ഇതേ ശബ്ദം കേട്ടു. ഇവനെ അപ്പം തന്നെ ഞാൻ വിളിക്കുന്നുണ്ട്, ഫോൺ ഒരു വാപ്പാൻ്റെ ഫോണേ കിട്ടുന്നില്ല, വൈഫിൻ്റെ ഫോൺ കിട്ടുക, എല്ലാം ഡേഞ്ചർ സ്ഥിതിയിലുള്ളത്. ഞാനും എൻ്റെ ഏട്ടന്മാരും ഒരു 200 മീറ്റർ താഴോട്ട് ഇറങ്ങിയപ്പോൾ ട്രാൻസ്ഫോമർ നിലത്ത് വീണ് കിടക്കുന്നത്, അഥവാ കറണ്ട് പാസ് ചെയ്ത് തിരിച്ച് കയറി. പിന്നെ ഞങ്ങൾ ധൈര്യത്തിൻ്റെ മേലെ ട്രാൻസ്ഫോമറിന് ഫീസ് അങ്ങ് അയച്ചിട്ടു നിലത്ത് കിടന്നിട്ട്. കുറച്ച് ദൂരം വന്നു, കല്ലുക്കൂടെല്ലാം കയറാൻ നോക്കി, ഞങ്ങൾക്ക് കഴിയുന്നില്ല, തിരിച്ചങ്ങ് പോയി. തിരിച്ച് വീട്ടിലെത്തിയ പാട് എന്താ പറയുക, ആകാശം താഴോട്ട് വരികയാണോ, വീടെടുത്ത് അടിക്കുകയാണോ ഒന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിൽ കൊച്ചുങ്ങളും ഒരു 10 വീട് ഒന്നിച്ച ഒരു സ്ഥലത്താണ് നിന്നിരുന്നത്. അവർ ലേഡീസ് എല്ലാം ആർത്ത് കരയുന്നു. ഞങ്ങൾക്കും കരച്ചിൽ വരിക. കുടുംബത്തിനോട് പറഞ്ഞു, ഹെലികോപ്റ്റർ വരുന്നതാണ്, നിങ്ങൾ കരയല്ലേ എന്ന് പറഞ്ഞു. 5:30 കൂടി വെളിച്ചം വന്നിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെ ഒന്ന് ഇറങ്ങി ഇവിടെ കുറച്ച് താഴെ വരെ എത്തി. ഒരു രക്ഷയില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ ബോഡി നിലമ്പൂരിൽ കിട്ടുന്ന സഹിക്കാൻ പറ്റാത്ത കാഴ്ച. അതായത് നമുക്ക് വീട്ടുകാരത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ നമുക്ക് അടുത്തൊരു സുഹൃത്തിനെ നമ്മൾ ഷെയർ ചെയ്യലുണ്ടല്ലോ. അങ്ങനത്തെ സുഹൃത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വേദന ഉണ്ടാകുക? അല്ലെങ്കിൽ നമ്മളെ പേര് ഷമീർ ഫോട്ടോ, ഞായറാഴ്ച എടുത്ത ഫോട്ടോ. അല്ല, എനിക്ക് വാട്സപ്പ് ചെയ്ത് തിങ്കളാഴ്ച എടുത്ത ഫോട്ടോ ഇതിലുണ്ട്. എൻ്റെ അമ്മോന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി, ഇവിടെ ഈ റൂട്ടിൽ ഇവിടെ അതാ വീട് നിൽക്കുന്ന സ്ഥലം. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തതാ, എനിക്ക് കഴിയുന്നില്ല, വീട് നിൽക്കുന്ന സ്ഥലതാ. എല്ലാരും പോയി, ആരുമില്ല. 2 കൊച്ചുങ്ങൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അരപ്പറ്റ മറവ് വൈഫില്ല, വാപ്പല്ല, ഉമ്മയില്ല. അവനെ ആശ്രയിച്ചിട്ട് മുണ്ടക്കായിന്ന് അവൻ്റെ വാപ്പൻ്റെ റിലേഷൻ 3 കൊച്ചുങ്ങളും ഗർഭിണിയെ ഭാര്യയും അവൻ്റെ കുടുംബക്കാരൻ ഈ വീട്ടിൽ അവരും പോയി. എങ്ങനെ സഹിക്കുക? ഷമീറിന്റെ വീട്ടില് എത്ര പേരാ ഉണ്ടായിരുന്നു അപകടം ഉണ്ടാവുമ്പോ? ഷമീറിന്റെ വീട്ടിൽ അവൻ്റെ വാപ്പ, ഉമ്മ, അവൻ്റെ 2 മക്കള്, ഭാര്യ, അവൻ്റെ വാപ്പാൻ്റെ കുടുംബത്തിലുള്ള മുണ്ടക്കായി താമസിക്കുന്ന അഫ്സൽ എന്ന് പറഞ്ഞൊരു പയ്യന്, അവൻ്റെ ഭാര്യ, ഗർഭിണിയായ ഭാര്യ, അവൻ്റെ 3 മക്കള്, 3 ആൺകുട്ടികൾ. അവർ 3 നിർത്താൻ ഞങ്ങൾ പറഞ്ഞാണ്. അവരായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. പ്രസവം നിർത്തുന്നത് വെച്ചാൽ എനിക്കൊരു പെൺകുട്ടിയോടെ വേണം, ഞാൻ ഒരു പ്രസവം കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ഗർഭിണിയായിരുന്നു. പിന്നെ തൊട്ട താഴെ അവൻ്റെ ഏട്ടൻ്റെ വീട് മുനീർ, വാപ്പാൻ്റെ ഏട്ടൻ്റെ മക്കളാണ് ഇവരൊക്കെ. അതിലുപരി എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരെയൊക്കെയാണോ ഈ പോത്തുകല്ല് ഭാഗത്തുനിന്ന്? അല്ല, അതിലിപ്പോൾ മുനീറിന്റെ വാപ്പാനെ കിട്ടി, ഉമ്മാനെ കിട്ടിയിട്ടില്ല, ഭാര്യനെ കിട്ടിയിട്ടില്ല. പെൺകുട്ടിനെ ഇന്നലെ കിട്ടി, അവൻ്റെ കുട്ടിയെയും മിനിയാന്നും കിട്ടി. അത് അവനക്ക് മറവ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഞങ്ങൾ ഉള്ളും കൂടി കൊണ്ടുവരാനും കഴിയില്ല. അപ്പോൾ അവൻ്റെ അരപ്പറ്റ അവൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയുടെ വീടുണ്ട്, അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഇന്നലെ സംസ്കാര ചടങ്ങ് നടത്തി. ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടി വന്ന SLC ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ വന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ അതെ ഒരു വിള്ളലും. ഇപ്പം ഞങ്ങൾ പോയിട്ട് വരികയാണ്, അങ്ങോട്ട് വഴിയില്ല. ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ സാങ്ഷൻ മേടിച്ച് വന്നതാണ്, ഒരു ലെറ്റർ അവിടെ നിന്ന് മേടിച്ചിട്ട് പോലീസുകാരെ കാണിച്ച് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ മീഡിയനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയവർ പോയി. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം നമുക്ക് വേണം. അവരാരും ഇവിടെ ഇല്ല, ഇവിടെ ആരും സംസ്കാരം വരെ നടത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് താമസിക്കാൻ പെർഫെക്റ്റ് ആണെന്ന് എൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തിയാൽ നമ്മൾ ഇവിടെ താമസിക്കാൻ തയ്യാറാണ്. അതിന് മക്കൾ, എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അവരൊരു സാഹചര്യം ഉണ്ടാക്കി തന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഇനി ഇവിടെ പ്രയാസങ്ങൾ വരാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്നൊരു
ആശ്രയം തരാനുള്ള ശ്രമം നടത്തുക. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് വേണം. ഉറപ്പായിട്ടും നമ്മൾ അതിന് കൂടെ തന്നെ നമുക്ക് വേറെ ഒരു സൗകര്യം വേണ്ട. മഴ ചോരാതെ വെയിൽ കൊള്ളാതെ മക്കളെ പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം, അതിന് സംവിധാനം ഒരുങ്ങും. മതി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മീഡിയന്റെ ഭാഗത്തുനിന്നൊക്കെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. പോയവര് ഈ പരിസരത്ത് ആരുമില്ല മണ്ണിന്റെ അടിയിൽ. ഞങ്ങൾ മറവ് ചെയ്തൊക്കെ ദൂരത്താണ്. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുള്ളൊരു സംവിധാനം ഞങ്ങൾക്ക് വേണം. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോയിട്ട് അത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സംവിധാനം മീഡിയന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം. അധികാരികളെ മുന്നിലെത്തിച്ചിട്ട്. എൻ്റെ പേര് യൂനസ്. നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. എല്ലാമായിരുന്ന ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ നഷ്ടപ്പെട്ട യൂനസ് എന്ന് പറയുന്ന നിൽക്കേണ്ട വിഷമമാണ് നമ്മൾ കണ്ടത്. ഷമീറിൻ്റെ വീട്ടിൽ ഗർഭിണിയായ ഭാര്യ അടക്കം ഒരു കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് നമുക്ക് ആ വീട്ടിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പം നമുക്കും ഉണ്ടാവുമല്ലോ എല്ലാം പറയുന്ന ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ്റെ കുടുംബത്തോടെ പോയതാണ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ആവശ്യപ്പെടുന്ന അവർക്ക് എവിടെയെങ്കിലും താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ സർക്കാരിനോടും മറ്റ് സംവിധാനങ്ങളോടും ഒക്കെ പറയുന്നുണ്ടല്ലേ സാർ? സാറേ, നമ്മൾക്ക് അവർ പറയുന്നത് കേട്ട് നമുക്ക് തിരിച്ചു പറയാൻ നമ്മുടെ കയ്യിൽ വാക്കുകളില്ല. അവരുടെ കൂട്ടുകാർ പോയി, അവർ ഭാര്യ മക്കൾ 4 മാസം ഗർഭിണിയായ ഭാര്യനെ പോയ കാര്യമൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും അതിന് മറുപടി, നമ്മൾ ഏത് അർത്ഥത്തിലാണ് മറുപടി? 10-15 ആൾക്കാർ ഒരു കുടുംബത്തിൽ നിന്ന് പോയി അവർ എവിടെയാണ് മറവ് ചെയ്യാൻ വേണ്ടി? അവരെ ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല, അടക്കാൻ ആൾക്കാരില്ല. ബന്ധുക്കളുടെ വീട്ടിൽ പോയി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 10 കിലോമീറ്റർ അപ്പുറയാണ് കൊണ്ട് അടക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അവരെ ഇത്രയും ആൾക്കാർ മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരിടം, അവർക്ക് ഒന്നിച്ച് താമസിക്കാനൊരിടം, അതൊക്കെ പെട്ടെന്ന് തന്നെ ഇനി സർക്കാരിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും പക്ഷേ അതൊക്കെ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് വരാം. ഇനിയാണ് അവർ ആ റിയാലിറ്റിയിലേക്ക് വരിക. ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് മാറി റിയാലിറ്റി വരാൻ പോകുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു കാഴ്ച ഇത് ഒരാളുടെ മാത്രമല്ല, ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഒരുപാട് പേരുടെ ആവശ്യമാണ്. അതായത് അവർക്ക് ഇനിയിപ്പോൾ ആവശ്യം, അവർക്ക് ഈ ഒരു നഷ്ടം, അത് ഹൃദയം ഉലച്ച നഷ്ടമാണ്. അതിൽ നിന്ന് അവർക്ക് തിരിച്ചു വരുന്നതിനായി അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങുകൾ നൽകി ഈ എല്ലാം നഷ്ടപ്പെട്ടവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവർക്ക് അർഹമായ പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഒരു ചുറ്റുപാട്, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്, സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളും ഇത് സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. ഷമീറിൻ്റേത്, യൂനസിൻ്റേത് ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വെള്ളൂർമലയും ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിവട്ടവും എല്ലാം ചേരുന്ന ഈ ദുരന്തബാധിത മേഖലയാകെ നേരിടുന്ന പ്രശ്നമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വെള്ളൂർമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത് പി ഗോപാലിനൊപ്പം റിപ്പോർട്ടേഴ്സ് ആൻഡ്രൂ അഗസ്റ്റിൻ ആൻഡ് സുജയ പാർവതി ഇൻ റിപ്പോർട്ടർ.